ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇപ്പം ഇവിടെ അടുത്ത ലീഡ്സ് എന്നുള്ള ഒരു മെയിൻ സിറ്റിയാണ്. ആ സിറ്റിയിൽ ഒരു ഭയങ്കരമായ ഒരു ലഹളയുണ്ടായി, ഒരു റയറ്റ് ഉണ്ടായി. അപ്പോൾ അത് ഉണ്ടായിരിക്കുന്ന ഇപ്പോൾ സോഷ്യൽ സർവീസ് വന്ന് ഒരു ഫാമിലിയിലെ ഒരു കുട്ടിയെ അവിടെ നിന്നും അവർ റിമൂവ് ചെയ്യാൻ, അതായത് സോഷ്യൽ സർവീസ് അവർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അതിനുമെതിരെ അവിടെയുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് എതിർത്തു. അങ്ങനെയാണ് ഇപ്പം ലഹള ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത് അവർ ഇവിടുത്തെ ഓരോ ഫാമിലിയിലൊക്കെ ഇപ്പോൾ കുട്ടികളൊക്കെ സേഫ് അല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരിടപെട്ടിട്ട് അവർ വന്ന് നോക്കും. കുട്ടികളെ സേഫ് അല്ല, കുട്ടികളെ പേരൻസ് നന്നായിട്ട് ശ്രദ്ധിക്കുന്നില്ല, അതോ അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഒരു പൊതുവായിട്ടുള്ളൊരു നിയമമാണ് കുട്ടികളെ എടുത്തുകൊണ്ട് പോകും. അവർ ഫോസ്റ്റർ കെയറിലോ അങ്ങനെയുള്ള കെയർ സംവിധാനങ്ങളിലേക്കാക്കും. അപ്പോൾ ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ആ കുട്ടികളെ പിന്നെ പേരൻസിനൊരു എത്ര നാൾ കഴിഞ്ഞാലും ചിലപ്പോൾ കിട്ടിയെന്നിരിക്കുകയില്ല, ചിലപ്പോൾ 18 വയസ്സാകുന്നവരെ ആ കുട്ടികളെ അവരിൽ നിന്ന് അകറ്റി നിർത്തും. അതായത് അവരുടെ അടുത്തേക്ക് പോകുന്നത് നല്ലതല്ല, അവർക്ക് ഈ കുട്ടികളെ സേഫായി സൂക്ഷിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഇംപ്രഷനിലേക്ക് അവർ വരും. ഒരു കണക്കുകൂട്ടലിലേക്ക്, ഇംപ്രഷനല്ല, അവരതിനേക്കുള്ള വാചകങ്ങളെല്ലാം അന്വേഷിച്ച് ചെയ്തിട്ട് നോക്കിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ സോഷ്യൽ സർവീസ് കുട്ടികളെ കൊണ്ടുപോയി ഫോസ്റ്റർ കെയറിലാക്കുകയും പാരൻസിന് അവരെ കിട്ടാതെ വരികയും ചെയ്യും. പക്ഷേ അങ്ങനെ ഒരു സംഭവം ആയി കഴിയുമ്പോഴത്തേനും പേരൻസിനൊന്നും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. സ്വന്തം മക്കളെ കൊണ്ടുപോകുന്നത് ആർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് എത്രയാണേലും, എത്ര കെയർലെസ്സായി ചെയ്യുന്നവരാണേലും കുട്ടികൾ പോകുമെന്ന് അറിയുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാകും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു പ്രശ്നമാണ് ഇപ്പം ലീഡ്സിലുണ്ടായത്. അതിപ്പം ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇവിടുത്തെ കമ്മ്യൂണിറ്റിയിലല്ല. അതായത് ഈ നമ്മുടെ ഫോറിനേഴ്സ്, അതായത് ഓവർസീസ് ആയിട്ടുള്ള ആൾക്കാർ വന്നിരിക്കുന്ന അവരുടെ കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു ഇഷ്യൂ ആണ് ഇപ്പം വന്നിരിക്കുന്നത്. അതായത് മൈഗ്രൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ നമ്മളൊന്ന് നോക്കാം. അതായത് ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ ലഹള എന്ന് പറഞ്ഞാൽ അതൊരു സാമാന്യ രീതിയിലുള്ള ലഹളയല്ലായിരുന്നു. ഒരു ഭയങ്കരമായ ഒരു പോലീസൊക്കെ ഇടപെട്ട് നമ്മൾ കേട്ടിടത്തോളം അതൊരു അവർ പോലീസുകാർ ആ സ്ട്രീറ്റ്, ആ ഏരിയ തന്നെ ക്ലോസ് ചെയ്യുകയും അങ്ങോട്ട് എമർജൻസി ആംബുലൻസ് പോലും വരികരുതെന്ന് നിർദ്ദേശിക്കുകയും അതുപോലെ തന്നെ ആ ഏരിയയിലുള്ള ആ പ്രദേശത്തുള്ള വീടുകളിലുള്ളവരൊന്നും വെളിയിലോട്ട് ഇറങ്ങരുത്, അങ്ങനെയൊക്കെയുള്ളൊരു ഭീകരാന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇവിടെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തടുത്ത ഏരിയയിലൊന്നും അടുത്ത കാലത്തൊന്നും ഉണ്ടായതായിട്ട് നമുക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചത് നമ്മുടെ കമ്മ്യൂണിറ്റി, മലയാളി കമ്മ്യൂണിറ്റി അല്ല. അതായത് ഞാൻ എന്ന് പറഞ്ഞത് ഇവിടെ ഇമിഗ്രൻസ് ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. അതപ്പോൾ അവർക്ക് ഇവിടുത്തെ ആൾക്കാർക്കൊട്ടും അംഗീകരിക്കാൻ പറ്റില്ല, അവർക്കത് വലിയ ബുദ്ധിമുട്ടായിരിക്കുമേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇമിഗ്രേഷന് ഇപ്പോൾ ഓൾറെഡി ഇമിഗ്രേഷന് ഭയങ്കര ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ആൾക്കാർക്ക് ഇപ്പോൾ ഇമിഗ്രൻസ് വന്നിട്ടാണ് ഇവിടെ ഹോസ്പിറ്റലുകളിലൊക്കെ സ്റ്റാഫ് ഉള്ളത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കണക്കുകൂട്ടലിലൊന്നും ഒക്കെ പൊതുവായിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും ഒന്നും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഒരു ഭൂരിഭാഗം ആൾക്കാർ, കുറേ പേരുണ്ട് ഇതിനെ എതിർക്കുന്നവർ. അതായത് അവരുടെ കൺട്രിയിൽ ഇപ്പം നമ്മൾ നോക്കിയാൽ ഫോറിനേഴ്സ് ധാരാളമുണ്ട്. അപ്പോൾ അത്രയും അവരെക്കാളും കൂടുതൽ ഫോറിനേഴ്സായി പോകുന്നത് പോലെ അവർക്ക് ഫീല് ചെയ്യും. അപ്പോൾ അതവർക്ക് ശരിക്കും കംഫർട്ടബിൾ അല്ല. ഒത്തിരി ഫോറിനേഴ്സ് ഉള്ളിടത്ത് ശരിക്കും അവർക്ക് ഇച്ചിരി റെസ്ട്രിക്റ്റഡ് പോലെ അവർക്ക് തോന്നും. കാരണം നമ്മുടെ ആൾക്കാരെല്ലാം വന്നു കഴിയുമ്പോൾ നമ്മുടെ ഒരു കൾച്ചറിലേക്ക് ആ പ്രദേശത്ത്, നമ്മുടെ എന്നല്ല ഫോറിനേഴ്സ് വന്നു കഴിയുമ്പോൾ ആ പ്രദേശം തന്നെ അവരുടേതായ ഒരു കൾച്ചറിലേക്ക് ഒരു മാറി വരുന്ന, അത് മാറ്റപ്പെടുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇവിടുത്തെ ആൾക്കാർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇപ്പം ഇംഗ്ലണ്ടിലെ ചില ഏരിയകളിലൊക്കെ ധാരാളം
മറ്റ് കൺട്രിയിൽ നിന്നുള്ള ആൾക്കാരാണ്. അപ്പോൾ അവിടെയൊക്കെ ശരിക്കും ഇത് നമ്മുടെ ചില സ്ഥലത്തൊക്കെ ചെന്ന് നോക്കിയാൽ ഇത് നമ്മുടെ കേരളമാണോ നമ്മളെ ഇന്ത്യ ആണോ അത് അങ്ങനെയുള്ള രീതിയിലേക്ക് നമുക്കൊരു ഫീൽ വരുന്ന രീതിയിലേക്ക് അത്രയും ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം അവിടുത്തെ മൊത്തത്തിലുള്ള ഒരു രീതികളൊക്കെ മാറ്റപ്പെടും. അതായത് ഞാൻ അങ്ങനെയുള്ള ഏരിയ 1-2 സ്ഥലത്തൊക്കെ പോയപ്പോൾ എനിക്ക് തോന്നിയത് ഏകദേശം ഇവിടുത്തെ നിയമങ്ങൾ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഫോളോ ചെയ്യാതെ നമ്മുടെ ഒരു ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ ഏഷ്യ ഇന്ത്യ ഏരിയയിലുള്ള ആൾക്കാരൊക്കെ വന്നിരിക്കുന്നത് അവരൊന്നും ഇങ്ങനെ ഭയങ്കരമായ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ട്രാഫിക്കിൻ്റെ കാര്യം തന്നെ എടുക്കാം. ഇപ്പം ട്രാഫിക്കൊക്കെ ഇവിടെ നല്ല സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവരാണ് ഇവിടുത്തെ ആൾക്കാർ. പക്ഷേ നമ്മളിങ്ങനെയുള്ള ഏരിയയിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ശരിക്കും നമ്മുടെ കേരളത്തിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു മറ്റു വണ്ടികളെ ഗവനിക്കാതെ ഓവർടേക്ക് ചെയ്തു പോകുന്നു. അതുപോലെ തന്നെ വണ്ടി വരുന്നത് ശ്രദ്ധിക്കാതെ ആൾക്കാർ റോഡ് ക്രോസ് ചെയ്യുന്നു. അങ്ങനെ ഒരുമാതിരി നമ്മുടെ നാട്ടിലുള്ള പോലത്തെ രീതി കാണാം. പക്ഷേ അങ്ങനെയുള്ള രീതി ഇവിടുത്തെ ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഒരു വശമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ കാരണമാണ് ഇവർക്ക് ഇമിഗ്രൻസിനെ പിന്നെ അതുപോലെ തന്നെ അവരുടെ ജോലി സാധ്യത പോകുന്നതെന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ട് ഇവർ ഇമിഗ്രൻസിനെ ഇനിയും അധികം വേണ്ട കൊണ്ടുവരരുത് എന്ന് റെസ്ട്രിക്റ്റ് ആക്കണം എന്നുള്ള ഒരു ഇതിലേക്ക് വന്ന് അവർ ഒത്തിരിയും റെസ്ട്രിക്റ്റഡ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു ലഹളയും കൂടെ വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ആൾക്കാരെ അതുപോലെ തന്നെ വെളിയിൽ നിന്ന് വരാനായിട്ട് ഉള്ള മറ്റ് കൺട്രികളിൽ നിന്നൊക്കെ വരാനായിട്ട് പ്ലാനിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ദോഷകരമായിട്ട് വരും. അപ്പോൾ ഇപ്പം ഇത് മലയാളി കമ്മ്യൂണിറ്റി ഒന്നും ഇതിനകത്ത് പെട്ടിട്ടില്ല. അല്ലാതെയുള്ള മറ്റ് കമ്മ്യൂണിറ്റിയാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളതെന്നാണ് നമ്മുടെ അറിവ്. പക്ഷേ നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റികളിലും ഇപ്പോൾ കുറേയൊക്കെ നമ്മൾ ന്യൂസിലൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, പലരും കൊലപാതകങ്ങൾ വരെ നടക്കുന്നുണ്ട്, ആത്മഹത്യകൾ നടക്കുന്നുണ്ട്, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൂടുതൽ അതുപോലെ പല അക്രമ സംഭവങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും വളരെയേറെ അക്രമ സംഭവങ്ങൾ ഈ ഇമിഗ്രൻസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് മാത്രമുള്ളവരല്ല, മറ്റ് പല കൺട്രികളിൽ നിന്നുള്ളവരുടെ ഇടയ്ക്ക് ഒത്തിരി അക്രമങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടും ഇവിടുത്തെ ആൾക്കാരുടെ സ്വൈര്യ ജീവിതത്തിന് ഒരു തടസ്സമാകുമെന്നുള്ളത് ഒരു തോന്നൽ അവർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ശരിക്കും നമ്മുടെ ആൾക്കാർ വഴി ഇവർക്കൊരു ബുദ്ധിമുട്ട് വരുന്നില്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ ഉറപ്പാക്കണം. കാരണം നമ്മളിവിടെ കൺട്രി വന്ന് താമസിക്കുമ്പോൾ അവരെ കുറച്ച് ഗവനിച്ച് അവർക്ക് ബുദ്ധിമുട്ടാകാത്ത രീതിയിലും കൂടെ വേണമല്ലോ. അല്ലാതെ നമ്മളിവിടെ വന്നു നമ്മുടെ തോന്നിയാസത്തിന് ജീവിക്കും, അവരെന്നാണ് ചെയ്യട്ടെ, അങ്ങനെയുള്ള ഒരു മെൻറ്റാലിറ്റിയോട് നമ്മളിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാർക്ക് കൂടുതൽ ഇങ്ങോട്ട് വരാൻ പറ്റാതെ വരും. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. നമ്മൾ ഇങ്ങനെയാണ്. പക്ഷേ ഇവിടുത്തെ ഇപ്പം നമ്മുടെ കുട്ടികളൊക്കെ കൂടുതലും നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവരെ ഇവരുമായിട്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷെ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പേരൻസ് അവരെ ചെറുപ്പം പോലെ പറഞ്ഞു കൊടുത്ത് നമ്മൾ ഒരുമാതിരി റേസിസത്തിൻ്റെ ഒരു രീതിയിലേക്ക് പോകാതെ നമ്മുടെ കമ്മ്യൂണിറ്റി മാത്രം ഒതുങ്ങി നിൽക്കാതെ മറ്റുള്ളവരായിട്ട് ഇടപെട്ട് സഹകരിച്ച് ജീവിക്കാൻ ശ്രമിക്കണം. അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി മാത്രം സെപ്പറേറ്റ് ആയിട്ട് നിർത്തിക്കൊണ്ട് അതിൽ മാത്രം ഒതുങ്ങി നമ്മുടെ കാര്യങ്ങളെല്ലാം മറ്റുള്ളവരുടെ ശരിക്കും നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും. എന്നാൽ അത് അവരെ അനുവയി ചെയ്യുന്ന രീതിയിലേക്ക് ആകാതിരിക്കാനും ശ്രദ്ധിക്കണം. അതുപോലെ കുട്ടികളോടും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ പറ്റുന്ന അത്രയും അക്രമ സംഭവങ്ങളിലോ അതുപോലെയുള്ള ദുശീലങ്ങളിലോ പെട്ടുപോകാതെ നല്ല കൂട്ടുകെട്ടുകളിലൊക്കെ
നല്ല കൂട്ടുകെട്ടുകളൊക്കെ തിരഞ്ഞെടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുള്ള നമ്മൾ വീട്ടിൽ നിന്ന് അഡ്വൈസ് ചെയ്തുവിടും. ഇത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴത്തെ നമുക്ക് ഒരു പരിധി കൂടുതൽ ഇവിടെ കുട്ടികളെ നിയന്ത്രിക്കാനോ ശിക്ഷിക്കാനോ ഒന്നും പറ്റത്തില്ല. ഇപ്പം നമ്മൾ കുട്ടികളെ അത് ഒരു പ്രത്യേക ഒരു കാര്യമാണ്. കുട്ടികളെ ശിക്ഷിക്കുന്ന കാര്യത്തിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഒത്തിരി ശ്രദ്ധിക്കാനുണ്ട്. എന്നാന്ന് ചോദിച്ചാൽ ഈ നമ്മുടെ നാട്ടിലെ ഒരു രീതിയാണല്ലോ കുട്ടികളെ തല്ലി മര്യാദ പഠിപ്പിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂ വന്ന് അരിശം വന്നു കഴിഞ്ഞാലും അതെല്ലാം കുട്ടികളുടെ നേരെ എടുക്കുന്ന ഒരു രീതിയുണ്ട്. ഇപ്പം കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്കറിയാം, ഒരു ഫാമിലിയിൽ ഒരു കുഞ്ഞിനെ അവിടെ എന്തോ ഹസ്ബൻഡും വൈഫും തമ്മിൽ ചെറിയ ഇഷ്യൂ ഉണ്ടായതാണ്. നമ്മുടെ നാട്ടിൽ കാണിക്കുന്ന പോലെ ഇത് വലിയ പ്രശ്നമൊന്നും അല്ല എന്നുള്ള രീതിയിൽ അന്നേരത്തെ ഒരു ദേഷ്യത്തിന് ആ കൊച്ചിനെ കയ്യിലിരുന്ന കൊച്ചിനെയാണ് അതെടുത്ത് കൊച്ചു വഴക്കുണ്ടാക്കിയപ്പോഴാണോ എങ്ങനെയാണെന്ന് അറിയത്തില്ല, കൊച്ചിനെ എടുത്ത് സോഫയിലോട്ട് അങ്ങ് ഇട്ടു. അപ്പോൾ ഒരു ചെറിയ കൊച്ചായിരുന്നു. അപ്പോൾ ഈ ദൃശ്യം അടുത്ത വീട്ടിൽ നിന്ന് ഇവിടുത്തെ ഒച്ചപ്പാടും ബഹളം കേട്ടപ്പോൾ നോക്കിയതായിരിക്കും, ആരോ കണ്ടു. ഓപ്പോസിറ്റ് വീടിൽ നിന്ന്, ഇവിടെ അടുത്തടുത്ത് വീടുകളുണ്ടല്ലോ. അപ്പോൾ ആ കണ്ടവർ പോലീസിനെ വിളിച്ച് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം സോഷ്യൽ സർവീസുകാർ വന്നു, പോലീസ് വന്നു, അവർ കൊച്ചിനെ എടുത്തുകൊണ്ട് പോയി. ഇപ്പം ഒരു 10 വർഷമെങ്കിലും ആയി കാണും, ഇതുവരെ അവർക്ക് കൊച്ചിനെ തിരിച്ച് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ട് കാരണം ആ ഫാമിലിയിൽ അവർക്ക് അതിൻ്റേതായ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇപ്പം നമ്മൾ ഓർക്കും ആരും കാണുന്നില്ല അറിയുന്നില്ല എന്ന്. പക്ഷേ ഈ കുട്ടികളൊക്കെ നമ്മൾ ചില തല്ലും കൊടുത്ത് ദേഹത്ത് വല്ല പാടുണ്ടെങ്കിൽ തന്നെ അവർ സ്കൂളിൽ ചെല്ലുമ്പം ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് നോട്ട് ചെയ്യേ. ഇല്ലെങ്കിൽ ഇവർ സ്കൂളിൽ പൊതുവായിട്ട് കുട്ടികളോടൊക്കെ ഇങ്ങനെ ഒരു അന്വേഷിക്കാറുണ്ട്, എങ്ങനെ വീട്ടിലെ അന്തരീക്ഷം, പിന്നെ എന്തെങ്കിലും അബ്യൂസൊക്കെ ഉണ്ടാകുന്നുണ്ടോ, അങ്ങനെയുള്ള രീതിയിൽ ഉള്ള ക്വസ്റ്റ്യൻസൊക്കെ ഇവർ ചോദിക്കും. അപ്പോൾ കുട്ടികളാണെങ്കിൽ അറിയാതെയാണെങ്കിൽ പോലും അടിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഉന്തിയിട്ടു അങ്ങനെയൊക്കെ പറഞ്ഞാലും മതി കേട്ടോ. അതൊക്കെ ഉടനെ അവർ ടീച്ചേഴ്സാണെങ്കിലും സോഷ്യൽ സർവീസിനെ അറിയിക്കും. ഇതൊരു സേഫ് ഗാർഡിങ് ഇഷ്യൂ ആണ്. കാരണം കുട്ടികൾ വീട്ടിൽ സേഫ് അല്ല, അങ്ങനെ ശിക്ഷിക്കാൻ പാടില്ലെന്നുള്ളതാണ് ഇവിടുത്തെ നിയമം. അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെല്ലാം ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. കൊച്ചു പിള്ളേരാണേലും ഇച്ചിരി മുതിർന്നവരാണേലും നമ്മൾ ഇപ്പം വഴക്ക് പറഞ്ഞാൽ അതിൻ്റെ തെളിവൊന്നും അവശേഷിക്കുന്നില്ല അല്ലേ. പക്ഷേ അടിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പാടൊക്കെ ചിലപ്പം ദേഹത്ത് കിടന്നിരിക്കും. അപ്പം അങ്ങനെ അതുമല്ല, കൊച്ചുങ്ങൾ തന്നെ പറഞ്ഞാലും മതി, ഞങ്ങളെങ്ങനെ അടിച്ചു ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ മതി. അപ്പം നമ്മൾ കൊച്ചുങ്ങൾ നന്നാകാൻ വേണ്ടിയിട്ടാണ് തല്ലുന്നതെന്നുള്ള രീതിയിൽ അങ്ങനെ തല്ലും. പക്ഷേ അത് ഇവിടെ നിയമപരമായിട്ട് അത് ഇല്ലീഗലാണ്, അത് ചെയ്യാൻ പാടില്ല, അത് ഭയങ്കര കുറ്റമാണ്. കുറ്റം എന്ന് പറഞ്ഞാൽ അവർ കൊച്ചുങ്ങളെ എടുത്തുകൊണ്ട് പോകും, പിന്നെ നമുക്ക് കൊച്ചുങ്ങളെ കിട്ടാത്തൊരു സാഹചര്യം വരും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഇതാ എനിക്ക് പറയാനുള്ളത്. എന്നിട്ട് കൊച്ചുങ്ങളെ കൊണ്ടുപോകുമ്പം നമ്മൾ കരഞ്ഞിട്ടോ നിലവിളിച്ചിട്ടോ ഇതുപോലെ ബഹളം വെച്ചിട്ടോ ഒന്നും അവരുടെ നിയമത്തിനൊരു മാറ്റം വരുത്തുകയില്ല. ഇപ്പോൾ ഈ ലീഡ്സിൽ ലഹള ഉണ്ടാക്കിയ ആൾക്കാരെ പലരെയും അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത് ഇനിയും കുറേ പേരെ കൂടെ, അതായത് ഇതിൻ്റെ വീഡിയോ ഫുട്ടേജൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇത് ആൾക്കാരെ അവർക്ക് തിരിച്ചറിയാനും പറ്റുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും അവരുടെ ക്രിമിനൽ റെക്കോർഡിലേക്ക് അവരുടെ പേര് വരികയും ചെയ്യും. ക്രിമിനൽ റെക്കോർഡിൽ പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വർഷങ്ങളോടെ നിലനിൽക്കും. അപ്പോൾ നമ്മളൊരു ജോലിക്കോ ഏത് കാര്യത്തിന് ചെന്നാലും ക്രിമിനൽ റെക്കോർഡ് ഉണ്ടോ എന്ന് അവർ നോക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര ദോഷകരമായിട്ട് ഇത് ബാധിക്കും. അതുപോലെ തന്നെ ഭയങ്കരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെയൊക്കെ അവർ തിരിച്ച് അവരുടെ രാജ്യങ്ങളിലേക്ക് കയറ്റി വിടുകയും ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളിവിടെ വന്നു, നമ്മൾ ജോലി ചെയ്തു ജീവിക്കാൻ വേണ്ടിയിട്ട്, കാശുണ്ടാക്കി നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ വരുന്നതല്ലേ. അപ്പോൾ അത് ലക്ഷ്യം വെച്ച് മറ്റ് കാര്യങ്ങളിലോട്ടൊന്നും ഇടപെടാതെ മറ്റ് പിന്നെ അക്രമ കാര്യങ്ങളിലൊന്ന് പറ്റുന്നത്ര ഒഴിഞ്ഞു മാറിപ്പോവുകയും ചെയ്ത് നമ്മുടെ ജീവിതം സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള കാര്യങ്ങളിലേക്ക്
നോക്കി എല്ലാവരും അങ്ങനെ ശ്രദ്ധിച്ച് ജീവിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത് കേട്ടോ. അതായിരിക്കും എല്ലാവർക്കും നല്ലത്. കാരണം നമ്മൾ ഇല്ല നമ്മുടെ വലിയ ആളാന്നൊക്കെ കാണിച്ചുകൊണ്ട് വലിയ അക്രമത്തിനൊക്കെ പോയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ പോണില്ല, ദോഷമേ വരാൻ പോണുള്ളൂ. അപ്പോൾ അതനുസരിച്ച് എല്ലാവരും നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ലഹള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഉണ്ടാകാതിരിക്കാനും, വഴക്കുണ്ടാകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോവുക, അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കിതിനെക്കുറിച്ച് പറയുവാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബായ്.